അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് അതിന് പറയുന്നത്. പുണർതത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് അഷ്ടമത്തിലാണ്, 8ാം ഭാവത്തിലാണ് ഗ്രഹങ്ങളുടെ പ്രധാന സ്വാധീനങ്ങളൊക്കെ. ബുധശുക്രാദി സൂര്യനും ചൊവ്വയും രാഹുവും ഒക്കെ അഷ്ടമത്തിൽ ഉള്ളതുകൊണ്ട് ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ അഥവാ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് പ്രവർത്തന മേഖലയിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ രഹസ്യമായിട്ട് ചെയ്യേണ്ട ജോലികൾ, CID വർക്കുകൾ, അല്ലെങ്കിൽ ചില പുറത്തുള്ളവർ അറിഞ്ഞ് അല്ലാതെ ചെയ്യേണ്ട ജോലികൾ പോലീസിൽ ഒക്കെയുള്ളവർക്ക് നല്ലതാണ്. ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇൻഷുറൻസ് മേഖലയിലും ബാങ്കിങ് മേഖലയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്നാൽ ഇതിൽ അവർ ഓഫീസിലും അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും ഒക്കെയുള്ള മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. അത് ചില രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കണം. എന്തെന്നാൽ അതുമൂലമുണ്ടാകുന്ന ചില സംഘർഷങ്ങൾ ഓഫീസിലോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലോ ഒക്കെ പരസ്പരമായിട്ട് ഒരു വിരോധം ഉണ്ടാകത്തക്ക വിധത്തിൽ വാക്കുകൾ കൊണ്ട് ദുരിതം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്.